Hello friends, welcome to the channel. Now, you HDFC Bank use actually a bad news. That is, devaluation of HDFC Bank credit card. Now, devaluation channel subscribe bell icon press notification. Subscribe support follow friends share Instagram page available follow page follow message YouTube comment video HDFC Bank credit card devaluation നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് അതായത് HDFC ബാങ്കിന്റെ ഇത്രയും കാലം HDFC ബാങ്ക് തന്നെ മാത്രമായിരുന്നു ഇത്രയും കാലം നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് എൻട്രി ലെവൽ കാർഡുകൾ അടക്കം തരുന്നതാണ് അതിന് ആക്ച്വലി നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ വഴി ഇനിയിപ്പോൾ എല്ലാം കുറേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ നമ്മുടെ SBI കാർഡ്സ് ഒക്കെ ക്യാഷ് ബാക്ക് കാർഡിലൊക്കെ നമ്മുടെ എയർപോർട്ട് ലോഞ്ചസ് സംഭവമൊക്കെ ഉണ്ടാകുന്നൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ HDFC ബാങ്ക് നമ്മുടെ മില്ലിനിയ കാർഡിലും അതുപോലെ തന്നെ റിഗാലിയ കാർഡിലും ഇപ്പോൾ എയർപോർട്ട് ലോഞ്ചസ് ഭയങ്കരമായിട്ട് ലിമിറ്റേഷൻ ചെയ്തിട്ടുണ്ട് റിഗാലിയ കാർഡിൽ ഒരു ഫുള്ള് സ്റ്റോപ്പ് ചെയ്തു മില്ലിനിയ കാർഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരു ക്വാർട്ടറിൽ 1 ലക്ഷം സ്പെൻഡ് ചെയ്താൽ മാത്രം നമുക്ക് 2 എയർപോർട്ട് ലോഞ്ചസ് കിട്ടുള്ളൂ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത പോലെ തന്നെയാണ് അപ്പോൾ ഒരു ക്വാർട്ടറിൽ 1 ലക്ഷം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോറിനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എയർപോർട്ട് ലോഞ്ചസ് ഭയങ്കര ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യില്ല പിന്നെ ഓരോരുത്തരും ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലേഷനാണ് അപ്പോൾ ഇന്ത്യയിൽ ഭയങ്കര ഓവർ യൂസ് ഓഫ് എന്താ പറയുക എയർപോർട്ട് ലോഞ്ചസ് ആണ് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എന്താ പറയുക ബേസിക് എൻട്രി ലെവൽ കാർഡുകളടക്കം ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നത് കാരണം തന്നെ എയർപോർട്ട് ലോഞ്ചസിന് അടിയാണ് അതുപോലെ തന്നെ അവർക്ക് ഫുഡ് സംഭവങ്ങളൊക്കെ ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് അറിയാം എയർപോർട്ട് ലോഞ്ചിൽ ഒരു രൂപ തന്നെ നമുക്ക് അതിനുള്ളിൽ എൻട്രി കിട്ടും 2-3 മണിക്കൂറൊക്കെ അതിനുള്ളിൽ കയറിയിരിക്കാം ഫുഡ് ഫ്രീ ആണ് ബൊഫെ പോലെ അപ്പോൾ ഭയങ്കര ചിലവാണ് ഇവർക്ക് ബാങ്കിന് ഇതിനൊക്കെ വരുന്നത് പക്ഷേ ബാങ്ക് ഇതിന് പേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ എല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മിക്കതും ഇനി പ്രീമിയം കാർഡുകൾക്ക് മാത്രം ഇനി വഴിയെ എയർപോർട്ട് ലോഞ്ചസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ICICI ബാങ്കാണ് സ്റ്റാർട്ട് ചെയ്തത് ICICI ബാങ്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് അവരുടെ ബേസിക് കാറ്റഗറി ഇതിലൊക്കെ എയർപോർട്ട് ലോഞ്ചസ് എടുത്ത് കളഞ്ഞു തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം SBI എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അടുത്ത സ്റ്റെപ്പാണ് അപ്പോൾ നമ്മുടെ HDFC ബാങ്കിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർഡായിരുന്നു മില്ലിനിയ കാർഡ് അപ്പോൾ അതിൽ തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷണലായിട്ട് നോക്കുകയാണെങ്കിൽ സ്കാപ്പിയ കാർഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം 5000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് ഇടുന്നുണ്ട് ഇപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷേ എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ HDFC ബാങ്കിൻ്റെ കാർഡിൽ നോക്കുകയാണെങ്കിൽ ടാറ്റാനിയോ കാർഡിൽ നമുക്ക് പ്ലസ് വേരിയൻറ്റിലും ഇൻഫിനിറ്റി വേരിയൻറ്റിലും നമുക്ക് ഇപ്പോഴും എയർപോർട്ട് ലോഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു ഓൾട്ടർനേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ റിഗാലിയ കാർഡും അല്ലെങ്കിൽ മില്ലിനിയ കാർഡിനും പകരം ഞാൻ എന്തായാലും ഈ കാർഡുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് ആക്ച്വലി ന്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ റിഗാലിയ ഇപ്പോൾ സ്കാപ്പിയ കാർഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ റിജക്ഷൻ കുറേ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കാണ് സ്കാപ്പിയ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ വേറെ ഏതെങ്കിലും കാർഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോൺ ഉണ്ടെങ്കിലോ പിന്നെ ഈ കാർഡ് കിട്ടില്ല അതാണ് അവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡിസംബർ 1 തൊട്ടാണ് ഈ പുതിയ റൂൾ അപ്ലിക്കബിൾ ആകാൻ പോകുന്നത് അപ്പോൾ ഡിസംബർ 1 തൊട്ട് നമുക്ക് റിഗാലിയ മില്ലിനിയ കാർഡ് വെച്ചൊന്നും എയർപോർട്ട് ലോഞ്ചസ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഷൂട്ടർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് അടുത്ത വീഡിയോ കാണാം ബൈ